ഒരു ദിവസം വീട്ടിൽ ആരും ഇല്ലാതായപ്പോ വേണ്ടതിനും വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അത്രയ്ക്കായില്ലേ? നീ ചെയ്ത തെറ്റിന് കരണ്ടക്കുറ്റി അടിച്ച് പൊളിച്ച മാത്രം പോരാ, ദേഹം മുഴുവൻ പൊള്ളിക്ക വേണ്ടേ. എങ്കിലും ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട് എന്ത് ധൈര്യത്തിലാ നീ എന്നോട് ചോദിക്കുന്നേ? വേണ്ടാത്ത ശീലങ്ങൾക്ക് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിനക്ക് എങ്ങനെ തോന്നി? അങ്ങനെ പറയല്ലേ അച്ഛാ, അവള് കൊച്ചുകുട്ടിയല്ലേ, അറിയാതെ പറ്റിപ്പോയൊരു ചെറിയ തെറ്റാ, പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതിയാവും. ദയവ് ഇത് എല്ലാവരും ചേർന്ന് അവളെ ഇങ്ങനെ വഴക്ക് പറയരുത്. ഇനി എന്ത് കൊച്ചുകുട്ടി മേഘനെ? കൊച്ചുകുട്ടി ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇതൊക്കെ? തെറ്റുകൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ അച്ഛാ? ഇതിപ്പോ ഹർഷിണിയായിട്ട് തെറ്റായ പാത സ്വീകരിച്ചതായിരിക്കില്ല. ഇത്തരം ചീത്ത കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും കുട്ടികളെ തെറ്റായ വഴിക്ക് നയിക്കുന്നത്. എല്ലാവരും ചേർന്നവളെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് പറഞ്ഞു കൊടുത്ത് അവളത് സ്വീകരിക്കുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. അയ്യോ, സപ്പോർട്ടിന് വരണ്ട. കിട്ടിയ അവസരത്തിൽ ആള് കളിക്കാൻ മെനക്കെടൊന്നും വേണ്ട. ജനിച്ചിട്ട് ഇന്ന് വരെ മിഥുനേട്ടൻ എന്നെ ഒന്നും നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. ഇത്രയും കാലം കയർത്തൊരു വാക്ക് പോലും പറയാത്ത എന്റെ ഡാഡി മമ്മി നീ കാരണം ഇനി എന്നെ പറയാൻ ഒന്നും ബാക്കിയില്ലാണ്ടാക്കിയില്ലേ? ഇപ്പൊ നിനക്ക് സമാധാനായി കാണുമല്ലോ. എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നടക്കാൻ ചുറ്റുമുള്ള എല്ലാവരും കുറ്റം പറയുന്നത് നിന്റെ പതിവാ. ഛേ, ഇത്രയും നാൾ അവളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. അവൾക്ക് സിറ്റിയിലെ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കുന്ന ഞാൻ കരുതിയത്. ഇങ്ങനെ കുടിയും വലിയുമായിട്ട് നിയന്ത്രണം ഇല്ലാതാവുമെന്ന് ആരാ കരുതിയത്? മിഥുൻ, മിഥുൻ, മോളെ മേഘനെ, ഹർഷിണി പറഞ്ഞതൊന്നും നീ അത്ര കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. അവളുടെ കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ആരും തെറ്റുകാരാണെന്ന് നീ മനഃപൂർവ്വം വരുത്തി തീർത്തിട്ടുമില്ല. ഈ കാര്യം നീ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സീൻ ഒഴിവാക്കായിരുന്നു. അത് ഞാനത് പറയാതിരുന്നത് ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. എനിക്ക് ഉപദേശിച്ച് ശരിയാക്കാൻ കഴിയുമെന്ന് കരുതി. ഇന്നല്ലെങ്കിൽ നാളെ പതുക്കെ നല്ലതും ചീത്തതും പറഞ്ഞു കൊടുത്താ അവള് നന്നായിക്കോളെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കാര്യം അറിഞ്ഞു. ഹർഷിണിക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഇപ്പൊ തന്നെ ഞങ്ങൾ അറിഞ്ഞ ലേറ്റ് ആയിട്ടാ. ഓട്ടെ, സാരമില്ല. ഇപ്പോഴെങ്കിലും അറിയാൻ സാധിച്ചല്ലോ. ഇനിയെങ്കിലും അവളെ കൺട്രോൾ ചെയ്ത് നിർത്തണം. മേഘനെ, ഇവിടെ നടന്നതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. ചെന്ന് നിന്റെ കാര്യങ്ങൾ നോക്കിക്കോ. ദാ താങ്ക് യു. മേഘനെ, എന്തു പറ്റി? ഡീപ്പായിട്ട് എന്തോ ചിന്തിക്കുകയാണല്ലോ. എന്നോട് പറയാൻ പറ്റുന്നതാണോ? ഹർഷിണിയും മിഥുനേട്ടനെ അടിച്ചത് അത്ര ശരിയായെന്ന് എനിക്ക് തോന്നിയില്ല. വളർന്ന കുട്ടിയല്ലേ. അവളെ അങ്ങനെ തല്ലണമെന്ന് ഞാനും വിചാരിച്ചതല്ല. പക്ഷെ അത്രയും വലിയ തെറ്റ് കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ഇങ്ങനെയുള്ള തോന്നിയസങ്ങളൊന്നും പാടില്ലെന്ന് വാൺ ചെയ്തിരുന്നെങ്കിൽ
അവൾ അത് മനസ്സിലാക്കുമായിരുന്നില്ലേ? ഞാൻ അവളെ തല്ലിയിടാൻ തോന്നിവാസം കാണിച്ചതുകൊണ്ട് മാത്രമല്ല, സ്ഥാനമാനങ്ങൾ മറന്ന് സംസാരിച്ചതുകൊണ്ടാ. ഐ മീൻ, നിന്നോട് സംസാരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്നോട് അവളങ്ങനെ അപമര്യാദയെ പെരുമാറുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സ്വന്തം ആൾക്കാരെ സ്നേഹിക്കാൻ പഠിക്കണം, ബന്ധങ്ങളെ ബഹുമാനിക്കാനും ചേർത്ത് നിർത്താനും ശ്രമിക്കണം. ഹർഷിനി അപ്പൊ സംസാരിച്ചത് ആ മര്യാദകളൊക്കെ മറന്നുകൊണ്ടായിരുന്നില്ലേ മേഘനെ? അതുകൊണ്ടാ ഞാൻ അറിയാതെ എന്റെ കൈ പൊങ്ങിപ്പോയത്. നമ്മുടെ ഹർഷിന് ബേസിക്കലി നല്ല കുട്ടിയാ. നിങ്ങളോട് എല്ലാവരോടും ബഹുമാനമുണ്ട്. എന്നോടൊരു ചെറിയ നീരസം, അതവളങ്ങ് തീർത്തെന്നേ ഉള്ളൂ. 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ തെറ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ നിന്നോട് അവൾക്ക് എന്തിനാ ദേഷ്യം? നീ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല, അവളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിന്നെ അപമാനിച്ചത് എനിക്ക് കണ്ടു നിൽക്കാനായില്ല മേഘനെ. മിഥുനേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ നേരാ. അവളോടുള്ള ദേഷ്യവും അസ്ഥാനത്തല്ല. എന്നാലും ആവശ്യത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോ ഹർഷിനിയുടെ മാനസികാവസ്ഥ കൂടി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? തല്ലുന്നതിന് പകരം സൗമ്യതയിലൊന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഇതിലും ബലം കിട്ടില്ലായിരുന്നോ? ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് അവൾ എന്നൊരു വാക്ക് പറഞ്ഞതും അത് ഏട്ടന് സഹിക്കാൻ കഴിയാത്ത പോലെ അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് അവളെ തല്ലിയപ്പോ അത് അവൾക്കും അപമാനമായി തോന്നിയിരിക്കില്ലേ? വീണ്ടും ആ ഫ്രണ്ട്സിന്റെ മുന്നിൽ അവൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇനി എന്തെങ്കിലും ഹർഷിനി തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാ ഏട്ടന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ഉപദേശിക്കാൻ ശ്രമിക്കും. അതിനു പകരം പ്രായമുള്ള കുട്ടികളെ തല്ലി അവരുടെ ശത്രുത വാങ്ങരുത്. പാവല്ലേ, ഇപ്പൊ അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. നീ പറഞ്ഞതിലും കാര്യമില്ലാതില്ല മേഘനെ. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് തല്ലിയതാ. ഇപ്പൊ ആലോചിക്കുമ്പോ വേണ്ടായിരുന്നു തോന്നുക. സാരമില്ല, ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കാം. മാക്സിമം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഞാൻ ശ്രമിക്കാം. അല്ല ഏട്ടാ, ഏട്ടന് ഇത്രയും ദേഷ്യപ്പെട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ പെട്ടെന്ന് ഏട്ടന് അത്രയും ദേഷ്യം വന്നേ? മേഘനയെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ചിന്തകൾ പോലും വരുന്ന 10 മാസങ്ങൾ കഴിഞ്ഞു മാത്രം മതി. അതിനു മുമ്പ് ഈ ഡിവോഴ്സ് പേപ്പറിൽ ആര് നിർബന്ധിച്ചിട്ടാ നീ സൈൻ ചെയ്ത് കൊടുത്തത്? ഈ പേപ്പേഴ്സിൽ മേഘനയും സൈൻ ചെയ്തിട്ടുണ്ടല്ലോ മഞ്ജരി. അതെങ്ങനെ നീ സംഘടിപ്പിച്ചു? മേഘനയോട് കാര്യം പറയാതെ തന്നെ ഒരു ചെറിയ നുണ പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് സൈൻ ചെയ്യിച്ചതാ ആന്റി. ചോദിച്ചത് കേട്ടില്ലേ? ഏട്ടന് എന്താ പറ്റിയേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ചില കാര്യങ്ങൾ നിന്നോട് പറയാനാവില്ല മേഘനെ. പക്ഷേ അത് മനസ്സിലിട്ട് ഒളിപ്പിക്കാനും കഴിയുന്നില്ല. ഞാൻ നിന്നെ ചതിച്ചോണ്ടിരിക്കുക മേഘനെ. അത് ഓർക്കുമ്പോ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ആരെയാണോ രക്ഷിക്കുന്നതെന്നോ ആരെയാണ് ചതിക്കുന്നതെന്നോ തിരിച്ചറിയാനാവാതെ ഞാൻ ഒരുകയാണ്. ഏട്ടൻ ഇത് ഏത് ലോകത്താ? ഇവിടെ തന്നെ ഉണ്ട് മേഘനെ. ആവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങള് തെറ്റാണെന്ന് പിന്നീട് ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ. എന്ന് കരുതി അത് തന്നെ ആലോചിച്ചോണ്ടിരുന്ന നമ്മുടെ മനസ്സമാധാനവും പോവും. ഇനി ഈ കാര്യങ്ങൾ വിട്ടേക്കാം. ഞങ്ങൾ കാണുന്ന ഈ വൃത്തികേടുകളൊന്നും നിന്റെ കണ്ണിനെ കാണുന്നില്ലെന്നുണ്ടോ? എവിടെ നടി തോന്നിയ ദിവസങ്ങൾ പഠിച്ചേ? നീ ചെയ്ത തെറ്റിന് കരണ്ടക്കുറ്റി അടിച്ച് പൊളിച്ച മാത്രം പോരാ, ദേഹം മുഴുവൻ പൊള്ളിക്കാൻ വേണ്ട. ഡാഡെങ്കിലും ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട് എന്ത് ധൈര്യത്തിലാ നീ എന്നോട് ചോദിക്കുന്നേ? ഹർഷിണി, നടന്നതൊക്കെ ഓർക്കുമ്പോ നല്ല വിഷമമുണ്ടല്ലേ? വിഷമം മാത്രമല്ല ചെറിയമ്മേ, എനിക്കിപ്പോ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് ആ മേഘനെ. അവള് കാരണമല്ലേ ഇന്ന് എല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടത്.
എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചത്. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഡോണ്ട് വറി. 3-4 ദിവസം കഴിയുമ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മറക്കും. ഓക്കെ? ഹർഷിനി, മിഥുനേട്ടൻ അടിച്ചതിന്റെ വിഷമത്തിലിരിക്കുകയാണോ? അപ്പൊ ഏട്ടൻ നിന്നെ തല്ലാൻ കയ്യോങ്ങുന്നു ഞാനും കരുതിയില്ല. എന്നോട് ക്ഷമിക്കൂ ഹർഷിനി. ഇപ്പൊ നിനക്ക് സന്തോഷമായി കാണുമല്ലോ. നിന്നെ പോലുള്ളവരുടെ സ്ഥിര സ്റ്റൈലാ ഇത്. മുഖത്ത് നോക്കി തേനൊലിപ്പിച്ചിട്ട് പുറം തിരിഞ്ഞ് നമുക്കിട്ട് തന്നെ പണിയും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് ഹർഷിനി? എല്ലാം ചെയ്തത് നീയാണല്ലോ. നീ ഒരുത്തി കാരണ ഈ വീട്ടിൽ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായെന്നാ? പിന്നല്ലാണ്ട് നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്റെ മിഥുനേട്ടനുമായിട്ട് നിനക്കൊരു ചേർച്ചയില്ല. എന്റെ മിഥുനേട്ടനൊരു ഡയമണ്ട് ആണ്. പക്ഷെ നീയോ പറമ്പിൽ കിടക്കുന്ന വെറും ഒരു ഇഷ്ടിക കഷ്ണം. അതിനെ എടുത്തുകൊണ്ട് വന്ന് എന്റെ ഏട്ടന്റെ കൂടെ പിടിച്ചു നിർത്തുക പറഞ്ഞ ഛേ. ഇനിയെങ്കിലും നിന്റെ നിലയും വില എന്താണെന്ന് അറിഞ്ഞു പെരുമാറിയ നിനക്ക് കൊള്ളാം. നീ പറഞ്ഞത് ശരിയാ. ഞാൻ പറമ്പിൽ കിടക്കുന്ന വെറൊരു ഇഷ്ടിക കഷ്ണം മാത്രമാണ്. അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, നീ പറഞ്ഞതുപോലെ മിഥുനേട്ടൻ വിലമതിക്കാനാവാത്തൊരു വജ്രമാണ്. ആ വജ്രത്തിനോടൊപ്പം ഈ ഇഷ്ടിക കഷ്ണത്തെ ആ ദൈവം എന്തിനു വേണ്ടിയാണ് കോർത്തിണക്കിയതെന്ന് എനിക്കും അറിയില്ല. ആ പരമേശ്വരന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാ? ദൈവം തീരുമാനിച്ച് എന്നെ വീട്ടിലെ മരുമകളായി കൊണ്ടിരുത്തിയപ്പോ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കാക്കേണ്ടത് എന്റെ കർത്തവ്യമല്ലേ? ആ പ്രയത്നത്തിനിടയിൽ ചിലപ്പോഴൊക്കെ നിന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടാവും. ഒന്നും മനഃപൂർവ്വമല്ല ഹർഷിനി. ഞാൻ ചെയ്യുന്നത് എന്റെ കടമ മാത്രമാണ്. മതി, നിർത്ത നിന്റെ പ്രസംഗം. ഇനി മിണ്ടരുത്. ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി, നുഴഞ്ഞു കയറി പ്രസംഗിക്കാൻ തുടങ്ങിക്കൊള്ളും. എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അവളുടെ കൈ പിടിച്ചതിൽ മുക്കിയതും പോരാ, ഇപ്പൊ പൊള്ളിയെടുത്ത് വെണ്ണ പുരട്ടി കൊടുക്കാൻ നോക്കുന്നു. അയ്യോ, അങ്ങനെ അല്ല ചെറമ്മേ. വേണ്ട. ഇവിടുത്തെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും രീതികളും ഒന്നും നിനക്കറിയില്ല. അത് മനസ്സിലാക്കാതെ പട്ടിക്കാട്ടിലെ ശീലങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കാന്ന് കരുതുകയും വേണ്ട. മനസ്സിലായോടി? മോം ഒന്ന് നിർത്തുന്നുണ്ടോ? ഇപ്പൊ മേഘനടുത്ത് ചെയ്ത തെറ്റെന്താ മമ്മി? എന്തിനാണ് ഏട്ടത്തി വെറുതെ വഴക്കുറയുന്നത്? തെറ്റ് ചെയ്ത ഹർഷിണിയല്ലേ പറഞ്ഞു തിരുത്തണ്ടേ? വിവേക്, ഈ മേഘന കാരണമാണല്ലോ ഇന്ന് ഈ വീട്ടിൽ ഇത്രയും സീൻ ഉണ്ടായത്. മോം ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിക്കേ. സീനുണ്ടാവാൻ കാരണം മേഘനടുത്തി അല്ല, ദേ ഈ നിൽക്കുന്ന ഇവളാ. ഹർഷിണി ചെയ്തത് തെറ്റായതുകൊണ്ടാണല്ലോ വല്യേട്ടന് അത്രയേറെ ദേഷ്യം വന്നതും അവളെ തല്ലിയതും. അതും പോരാഞ്ഞിട്ട് മേഘനടുത്തി അവളെ എന്തൊക്കെയാ പറഞ്ഞ്. അപ്പൊ അവളുടെ കാരണം പൊളിയേണ്ടത് തന്നെയാ. ഇപ്പൊ ഇവിടെ തെറ്റ് ചെയ്ത ആള് ഹർഷിണിയാ. മമ്മി എന്തിനാ പാവം ഏട്ടത്തി വഴക്കുറയുന്നേ? വിവേകേട്ടൻ പറയുന്നത് ശരിയല്ലേ മോം? ഹർഷിണിയുടെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. മോം എന്താ ഹർഷിണിയൊന്നും പറയാതെ മേഘനേട്ടത്തിയോട് ദേഷ്യം കാണിക്കുന്നതും വഴക്ക് പറയുന്നതും? കണ്ടോ കണ്ടോ, ഇന്നുവരെ എന്നോടൊരു വാക്ക് പോലും എതിർത്ത് പറയാത്തവളായിരുന്നു. എന്നിട്ട് ഇന്നതേ ഇതിന് കാരണവും ഇവള് തന്നെയാ. ഇവളാ നിങ്ങളിലെല്ലാം വിഷം കുത്തിവെക്കുന്നത്. എനിക്കെല്ലാം അറിയാം. വാട്ട് ഈസ് ദിസ് മോം? ഞാൻ പറയുന്ന കാര്യങ്ങളെ പറ്റിയല്ലല്ലോ മോം മനസ്സിലാക്കുന്നേ. മോമിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. വിവേക്, സഞ്ജനെ, നിങ്ങളൊന്നും മിണ്ടാതെ നിന്നേ. ചെറിയൊരു കാര്യം, ഇത് ഇവിടെ തന്നെ വിട്ട് കളയാവുന്നതേ ഉള്ളൂ. ആവശ്യമില്ലാതെ ഊതിപ്പെരുപ്പിക്കരുത്. അതുകൊണ്ടല്ല മേഘനടുത്തി. ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ ഹർഷിണി മേഘനടുത്തി എന്തൊക്കെയാ പറഞ്ഞേ, അതിനെ ന്യായീകരിക്കാൻ എനിക്കാവില്ല. വിട് വിവേക്, നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. ഹർഷിണിയായാലും ചെറിയമ്മയായാലും. ദേഷ്യം കൊണ്ട് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവും. ഒരു കുടുംബത്തിൽ ഒന്നിച്ചു കഴിയുന്നവര് പരസ്പരം നല്ലത് ആഗ്രഹിക്കുന്നതിന് പകരം ഇങ്ങനെ വാക്കുകളെ പിടിച്ചു തൂങ്ങാൻ പാടുണ്ടോ? ഈ സംഭവം നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വിട്ടേക്ക്.
കേട്ടില്ലേ മോം? അതാണ് എന്റെ മേഖലയെടുത്തി. ഏട്ടത്തി നമ്മുടെ നല്ലതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ മറ്റു പലർക്കും അതൊരു കല്ലുകടിയായി തോന്നുന്നുണ്ട്. നല്ലതെന്താണെന്ന് ഏട്ടത്തിയെ കണ്ട് പഠിക്കാൻ നോക്ക്. ഹർഷിണി, ഇതെല്ലാം മേഘനയുടെ ടീമാ. അതുകൊണ്ടാ അവളെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് 100 നാവ്. നീ അതൊന്നും കണ്ട് ഭയക്കണ്ട. ആ മേഘനയോട് പ്രതികാരം ചെയ്യാനൊരു അവസരം നമുക്കും കിട്ടാതിരിക്കില്ല ഹർഷിണി. അപ്പ കൊടുക്കാം. അന്നവളുടെ നാവ് ഞാൻ പിഴുതെടുക്കും. മേഘനെ, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ് അച്ഛാ. ഞാൻ കാപ്പി എടുത്തോണ്ട് വരട്ടെ? ഏയ് വേണ്ട. നീ ഓൾറെഡി ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. ഈ പ്രേതം എന്തിനാ തെരുവില് വരയ്ക്കേണ്ട കോലം നടവാതൊക്കെ കൊണ്ട് വരച്ചിടുന്ന? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പണിക്കാര് ചെയ്തോളൂല്ലേ? ഇന്ന് എന്ത് ഭൂകമ്പമാണ് ഇവള് സൃഷ്ടിക്കാൻ പോകുന്നത്? എന്താ ചാച്ചൻ ഇങ്ങനെ അതിശയായിട്ട് നോക്കുന്നേ? ഇത്രയും കാലമായിട്ട് ഇന്നായി ഈ വീടിന് ശരിക്കും ഒരു ഐശ്വര്യമൊക്കെ വന്നത്. ഇത്രയേറെ ചിട്ടയും ശീലങ്ങളും ഒക്കെയുള്ള സംസ്കാര സമ്പന്നയായ എന്റെയും മരുമോളെ കാണുമ്പോ എന്റെയും മനസ്സങ്ങ് നിറഞ്ഞുപോയി മേഘനെ. വല്യച്ഛൻ പറഞ്ഞ് കറക്റ്റ് ആട്ടോ. ആ ഹർഷണിക്കോ സഞ്ജനയ്ക്കോ ആർക്കെങ്കിലും ഇതുപോലെ എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ടോ? അവർക്ക് സൂര്യൻ ഉദിക്കുമ്പോഴാണല്ലോ രാത്രി ആവുന്നത്. അത് പറയുകയാണെങ്കിൽ എന്റെ ഭാര്യയോ നിന്റെ അമ്മയോ പോലും കാലത്ത് എഴുന്നേറ്റ് ഇന്നേ വരെ ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞിലെ ഗ്രാമത്തിൽ കണ്ടതാ. പിന്നെ ഇന്ന് മേഘനയാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യുന്നത്. വലിച്ച ഐ എം സോറി മേഘനെ, ഞാനിത് കണ്ടില്ലായിരുന്നു. കണ്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെടാ? ഇത്രയും ഭംഗിയുള്ള ഒരെണ്ണം അത്രയും തെളിച്ചത്തിൽ കിടക്കുന്നത് നിന്റെ കണ്ണി കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ സത്യം ചിലപ്പോ വലിയേട്ടനത് തീരെ ഇഷ്ടപ്പെട്ട് കാണില്ലെന്നേ. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനാവും ഇതേ കയറി ചവിട്ടി നശിപ്പിച്ചത്. പരമദുഷ്ട, അറിയാതെ ഒന്ന് പറ്റിപ്പോയതിനും നീ ഒരു തിരക്കഥ തന്നെ എഴുതി കളഞ്ഞല്ലോ. മിഥുനേട്ടൻ ഇത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടമല്ല. ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ ഏട്ടാ? അത് മേഘനെ, ഇത് എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. ഇഷ്ടമാണ്. ഞാൻ നിന്നോട് ഇത് ഇഷ്ടമാണെന്ന് പറയാൻ വരികയായിരുന്നു. വല്യേട്ടൻ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. വല്യേട്ടന്റെ ഈ കള്ളത്തിലൊക്കെ ഏട്ടത്തേക്ക് മനസ്സിലാവും. എടാ, നീ നിന്റെ വായ അടച്ചില്ലെങ്കിലുണ്ടല്ലോ, അടിച്ച് നിന്റെ 32 പല്ല് ഞാൻ താഴെയിടും. എടാ, അത് തന്നെയാടാ എനിക്കും പറയാനുള്ളത്. അപ്പൊ നീ എന്റെ പല്ല് പിടിച്ചു കുടിക്കോടാ. അയ്യോ, ഡാഡും ഇവന്റെ കൂടെ കൂടുകയാണോ? മിഥുൻ, ഉപ്പ് തിന്നുന്നവൻ ആരായാലും ശരി വെള്ളം കുടിച്ചേ പറ്റൂ.
അത് ചവിട്ടി നശിപ്പിച്ചതുപോലെ നീ അത് ശരിയാക്കണം. ഞാനാ? അതെ, നീ അത് ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ നീ അത് മനഃപൂർവ്വം ചവിട്ടി നശിപ്പിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കൂ. അല്ല, അയ്യോ അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, പാവല്ലേ ഏട്ടൻ. ഒരിക്കലും മനഃപൂർവ്വം ഒന്നും ഇങ്ങനെ ചെയ്യില്ല. കേട്ടില്ലേ? മേഘനേട്ടത്തി ഏട്ടത്തി വെറുതെ ഇങ്ങനെ ഏട്ടനെ സപ്പോർട്ട് ചെയ്യല്ലേ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പണിഷ്മെന്റും വലിയ ഏട്ടനെ കിട്ടണം. കേട്ടോ, പക്ഷെ എനിക്ക് ഇതൊന്നും സത്യമായിട്ട് വരയ്ക്കാറില്ല. ആ, അത് പഠിക്കാൻ എന്താ വഴി? നിന്റെ ഭാര്യ നിന്നെ എല്ലാം പഠിപ്പിക്കും. മേഘനെ, നിന്റെ കെട്ടിയോനെ ആദ്യം കോലം വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്ക്. മാഞ്ഞു പോയ ആ നിറങ്ങൾ മൊത്തം എനിക്ക് വീണ്ടും പഴയ രീതിയിൽ കാണണം. അത് മിഥുൻ തന്നെ ശരിയാക്കണം. അയ്യോ അതൊന്നും വേണമെന്നില്ല. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ? ഇതൊരു നിസ്സാര കാര്യല്ലേ, ഞാൻ തന്നെ അത് ശരിയാക്കിക്കോളാം. മേഘനേട്ടത്തിയെ ഇത്രയ്ക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവം നല്ലതല്ല കേട്ടോ. സ്വന്തം ഭർത്താവാണെന്ന് കരുതി തെറ്റ് കണ്ടില്ല എന്ന് ഭാവിച്ച ആളെ ചീത്തയാക്കല്ലേ. ഭർത്താവ് എന്തൊക്കെ ചെയ്താലും കണ്ണു അടച്ചങ്ങ് സമ്മതിച്ച് കൊടുക്കരുത് മേഘനേട്ടത്തി. നല്ല പെണ്ണുങ്ങൾ എപ്പോഴും കെട്ടിയവനെ സ്വന്തം കൺട്രോൾ നിർത്തും. വല്യമ്മ വല്യച്ഛനെ നിർത്തിയിരിക്കുന്ന പോലെ. ഡാടാ, നീ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത് എന്താടാ? നിന്റെ വല്യമ്മ വരയ്ക്കുന്ന വരയിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണോ? വേണ്ട വല്യച്ഛാ, ചില സത്യങ്ങൾക്ക് കയ്പാണ്. ഇപ്പൊ സബ്ജക്ട് വല്യേട്ടനല്ലേ. മിഥുൻ, ഇനി നീ എന്നോടൊന്നും പറയണ്ട. അവിടെ ഇരുന്ന് അത് പഠിച്ചെടുത്ത് ഭംഗിയായിട്ട് വീണ്ടും വരയ്ക്ക്. ദിസ് ഈസ് മൈ ഓർഡർ. അയ്യോ അച്ഛാ അതൊന്നും വേണ്ട. മേഘനെ, ഇതെന്റെ ഓർഡർ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കോലം വരയ്ക്കാൻ നീ അവന് പഠിപ്പിച്ചു കൊടുക്ക്. എന്നിട്ട് അവനെ കൊണ്ട് നീ അത് വരപ്പിക്ക്. വിവേക്, അങ്ങയുടെ ആജ്ഞ പോലെ. ഓൾ ദി ബെസ്റ്റ്. Thank you.